என் சுவாச காற்று வரும் பாதை பார்த்து உயிர் தாங்கி நான் இருப்பேன். மலர் கொண்ட பெண்மை வாராமல் போனால் மலை மீது தீ குளிப்பேன். என் உயிர் போகும் போனாலும் துயரில்லை கண்ணே, அதற்காகவா பாடினேன். வரும் எதிர்காலம் உன் மீது பழி போடும் பெண்ணே, அதற்காகத்தான் வாடினேன். முதலா முடிவா அதை உன் கையில் கொடுத்து விட்டேன். உயிரே உயிரே வந்து என்னோடு கலந்து விடு. உயிரே உயிரே என்னை உன்னோடு கலந்து விடு. நினைவே நினைவே எந்த நெஞ்சோடு கலந்து விடு. സൂപ്പർ. താങ്ക് യു. ലൈവായിട്ട് കേൾക്കുമ്പോൾ വേറൊരു ഫീൽ ആട്ടാ. ആണല്ലേ, താങ്ക് യു. ഈ പ്രണയത്തിനെ പറ്റിയുള്ള കോൺസെപ്റ്റ് എന്താണ്? പ്രണയത്തെ പറ്റിയുള്ള കോൺസെപ്റ്റ് ഇത്രയും ഫീൽ ചെയ്തിട്ട് ഈ പാട്ട് പാടണമെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. പ്രണയത്തെ പറ്റി അതിന്റെ ഉള്ളിൽ തൊട്ട ആ ഒരു കോൺസെപ്റ്റ്. അങ്ങനെ ചൂരിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ എടുത്ത് അങ്ങനെ തൊട്ടിട്ടൊന്നുമില്ല. പ്രണയത്തെ പറ്റി ഇപ്പൊ എന്താ കോൺസെപ്റ്റ് പറയാം, അല്ലെങ്കിൽ പ്രണയം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന പാട്ട് പാടും. അങ്ങനെ പ്രണയം തോന്നുന്നു കുറെ പാട്ട് വരും. അത് ഓരോ ഇതിനനുസരിച്ചിരിക്കുന്നേ. ഇപ്പൊ വേനൽക്കാലത്ത് പ്രണയം എന്ന് പറയുമ്പോ പറയട്ടെ, പറഞ്ഞു തീർക്കട്ടെ. അതായത് അതായത് വേനൽക്കാലത്ത് ഇപ്പൊ നട്ടപ്പാറ വെയിലത്തേക്കും എന്നോട് ചോദിക്കണം പ്രണയം എന്ന് പറയുമ്പോ ഏതാ വരുന്നത്. എനിക്ക് വേറൊരു പാട്ടൊന്നും വരില്ല. എന്നൊരു മഞ്ഞുകാലത്ത് ചോദിച്ചാൽ വേറെ പാട്ടായിരിക്കും വരിക. എന്നാൽ മഴക്കാലത്ത് വേറെ പാട്ടായിരിക്കും വരിക. ഇത് 3 കാലത്തും അല്ല, അതൊരു വേനൽക്കാലത്ത് AC ഇട്ട് ഉള്ളിയിരിക്കല്ലേ, ഭയങ്കര കുഴഞ്ഞ് ഒരു പാട്ടും വരുന്നില്ല. പ്രശ്നം മനസ്സിലായോ? ഇപ്പൊ ഞാൻ സങ്കല്പിക്ക് നട്ടപ്പുറ വെയിലത്താണ് ഇരിക്കണമെങ്കിൽ പ്രണയത്തെ പറ്റി ചോദിച്ച നട്ടപ്പുറ വെയിലത്ത് എന്റെ സന്തനത്തെണ്ടറിലും എല്ലാവർക്കും വരാം. മരുഭൂമിയൊക്കെ മനസ്സിലേക്ക് വന്നിട്ട് അതല്ല തോന്നുന്നല്ലേ? അത് നല്ല പാട്ടാണ്. അത് മരുഭൂമിയിലല്ലേ? ഉയരല്ല വല്ല പാട്ടും വല്ലതും ആയിരിക്കും വരിക. ഏത് ഉയരെ? ദിൽസേ. ദിൽസേ. ആ പാട്, 2 പേര് എല്ലാത്തിലും 2 പേര് വെച്ച് പാടിയാൽ. എന്നാ ഞാൻ വേറെ മഴക്കാലം പിടിക്കാം.